ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ചാനൽ തുട്ടി വിത്ത് കുട്ടീസ്. ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാവാലോ. അപ്പം നമുക്ക് രാവിലെ തന്നെ വലിയ ധൃതിയൊന്നും ഇല്ല കേട്ടോ എണീക്കാനായിട്ട്. വലിയ ധൃതിയൊന്നും ഇല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊന്നും ഇല്ലല്ലോ, അതിപ്പോൾ വെക്കേഷൻ സമയമല്ലേ. സ്കൂളുണ്ടോയെന്ന് തോന്നിപ്പിക്കുന്നത് ഈ മഴയാണ് കേട്ടോ. മഴ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സ്കൂള് തുറന്നാ എന്ന് വിചാരിക്കും. വെക്കേഷനിൽ ഇങ്ങനൊരു മഴ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ എപ്പോൾ തൊട്ട് പിടിച്ച മഴയാണ്. അപ്പോൾ കാലത്തപ്പോൾ ഈ മഴയുള്ള കാരണം എനിക്കും കുറച്ചും കൂടി നേരം വൈകും. ഈ മഴയത്ത് പേറ്റിയിട്ട് ഇപ്പോൾ നേരത്തെ ഏറ്റിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കും. പിള്ളേർക്കും പോകേണ്ട, ഇപ്പോൾ ചേട്ടനാണെങ്കിലും ഇപ്പോൾ അങ്ങനെ നേരത്തെ പോകേണ്ട വർക്കൊന്നുമല്ല. അത് കാരണം ഇപ്പോൾ നമുക്ക് വലിയ ധൃതിയൊന്നുമില്ല. അപ്പോൾ ഏറ്റവും വശം ഞാൻ ചോറ് അടപ്പത്ത് വയ്ക്കും കേട്ടോ. ഏറ്റവും വശം മെയിനായിട്ട് അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ജനാല തുറന്നിടും. ഞാനത് പുറത്തേക്ക് ഇറങ്ങി പരിസരമൊക്കെ ഒന്ന് നോക്കണം, കാരണം നല്ല പുല്ല് പിടിച്ചു കേട്ടോ. നമ്മുടെ ബാക്കിലൊക്കെ നല്ലോണം പുല്ലായി. മഴയ്ക്ക് മുന്നേ നല്ലോണം പുല്ലൊക്കെ പറിച്ച് ക്ലീനാക്കിയിട്ടിരുന്ന സ്ഥലമാണ്. പക്ഷെ ആകെ പുല്ല് നിറഞ്ഞു. ഒന്നാമത് നമ്മളിപ്പോൾ അങ്ങനെ നടക്കലുമില്ല. പകുതി ദിവസം വീട്ടിലും ഓരോ പരിപാടിയൊക്കെ ആയിട്ട് പോക്കായി കാരണം. അപ്പോൾ ആസ്വദിച്ചിരുന്ന് പല്ല് തേച്ച് പുറത്തേക്ക് നോക്കിയിരിക്കണം. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളുള്ള സമയത്തൊന്നും ഇങ്ങനെ പല്ല് തേച്ച് ഇരിക്കാനൊന്നും സമയം കിട്ടാറില്ലല്ലോ. ധൃതിയല്ല അവർ പോണതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ശരിയാവേണ്ട. ഇതിപ്പോൾ വെക്കേഷൻ നമ്മുടെ സൗകര്യാർത്ഥം അങ്ങനെ ആയം പോലൊക്കെ എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ചായയൊക്കെ വെച്ചു. ചായ എനിക്ക് കുടിക്കാനാട്ടോ. അവരൊക്കെ ഏറ്റ് വരുമ്പോൾ നേരം വൈകും. എന്നാലും എനിക്ക് കാലത്ത് ഏറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണം, അപ്പോൾ ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ ചായയൊക്കെ വെച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണം പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൂരി മസാലക്കറി പിള്ളേർക്ക് ഇഷ്ടമാണ്, പക്ഷേ ഉരുളങ്ങൾക്കൊക്കെ തീർന്നു പോയി, കടയിൽ പോയി മേടിക്കണം. അപ്പം ഞാൻ പരിപ്പ് ദാൽ കറിയില്ലേ അത് വെച്ചു. അതും ഇഷ്ടമാട്ടോ പിള്ളേർക്ക്. നീല വെറുതെ തിന്നുള്ളൂ. പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറുതെ കഴിക്കില്ല, കറിയൊന്നും കൂട്ടില്ല. ഈ മഴക്കാലത്ത് ഇപ്പം മഴക്കാലം തന്നെയായി. ഈ സമയത്തെന്ന് വെച്ചാൽ നമുക്ക് മിറ്റടിച്ചവർ കാലത്ത് തന്നെ, അല്ലെങ്കിൽ മിറ്റടിക്കൽ പരിപാടികളൊക്കെ ഉണ്ടാവും. അതൊന്നും വേണ്ടാത്ത കാരണം ഇഷ്ടംപോലെ സമയം കാലത്ത് നമുക്ക് കിട്ടും. ഒരു പണിയില്ലാത്ത പോലെ തോന്നും ചില സമയത്ത്. മഴക്കാലത്തിൻ്റെ പ്രത്യേകത അതല്ലേ. പിന്നെ ഒരു പണിയെന്ന് പറയുന്നത് നമ്മുടെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ അത് എത്ര നമ്മൾ ഉള്ളിലിട്ട് ഉണക്കിയാലും ആ വെയിലത്തിട്ട് ഉണങ്ങണ ആ ഒരു ഇത് കിട്ടില്ല നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ വേഗം പണികളൊക്കെ കഴിച്ചിങ്ങനെ വെറുതെ ഇരിക്കാം മഴക്കാലത്തിൽ. അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. അങ്ങനെയൊക്കെ ഉണ്ട് മഴക്കാലത്ത്. ചില സമയത്ത് മഴ ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപിടിക്കുമ്പോൾ വിചാരിക്കും അതൊന്ന് തീർന്നെങ്കിന്ന് വിചാരിക്കും. നമുക്ക് എന്തെങ്കിലും പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് ഈ മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. എന്നാലും മഴ എനിക്ക് ഇഷ്ടമാട്ടോ. രാവിലെ തന്നെ ഏറ്റ് വരുമ്പോൾ മഴ കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അത് നമുക്കതൊരു ബുദ്ധിമുട്ടാവും. അവർ ആ മഴ നനഞ്ഞ് കുടയൊക്കെ ചൂടി ബസ്സിൽ കയറുമ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാവും. അല്ലാത്ത പക്ഷം വേറൊരു പരിപാടികളൊന്നും ഇല്ല. ഇതേപോലത്തെ ഒരു ദിവസമാണെങ്കിൽ മഴ ആസ്വദിച്ചിങ്ങനെ അടുക്കളയിൽ നിന്ന് പണിയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂരിക്ക് കുഴക്കടാ. അപ്പം അത് നമുക്കധികം 4 ആളല്ലേ ഉള്ളൂ, അധികം ഒന്നും ഉണ്ടാക്കണ്ട. അത് പൂരിക്ക് കുഴച്ച് വെച്ച് അതിൽ ഞാൻ ചോറ് ഇറക്കി വയ്ക്കാറായിട്ട് കുറച്ച് ചോറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തിളപ്പിച്ച് ഇറക്കി വെച്ചു. കുഴച്ചിട്ട് കുറച്ച് നേരം ഞാൻ പൂരിയുടെ മാവ് കുറച്ച് നേരം വയ്ക്കട്ടെ, എന്നാലേ ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു ഉണങ്ങി പിടിച്ചോണ്ടിരിക്കും. കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഞാൻ മാറ്റി വയ്ക്കും. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കണം പറഞ്ഞില്ല. അപ്പോൾ പരിപ്പ് കറി കുറച്ച് കറി വെച്ചാൽ ഞാൻ ഇന്നും ബാക്കി കേട്ടോ. ആ കറി ഈ പരിപ്പ് കറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മസാലക്കറി, എനിക്ക് മസാലക്കറി തന്നെ ഇഷ്ടം. ഇല്ലാത്ത കാരണം ഈ കറി കൂട്ടാൻ ഇഷ്ടക്കുറവൊന്നുമില്ല, എന്നാലും കൂടുതലിഷ്ടം പക്ഷേ മസാലക്കറി, മുട്ട റോസ്റ്റ് അതൊക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ ചായ എടുത്തിട്ട് പേപ്പർ വായന തുടങ്ങിയിട്ടാണ്. അത് എനിക്ക് കാലത്ത് തന്നെ ഒരു ചായയും ആ ന്യൂസ് പേപ്പറൊന്ന് വായിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവുണ്ടാക്കി ഞാനത് വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചായ അതൊരു സമാധാനമായിട്ട് ചായ കുടിക്കാൻ എനിക്കിഷ്ടമാണ്. നല്ല ധൃതിയിലൊന്നും ചായ കുടിക്കാൻ പറ്റില്ല, ആസ്വദിച്ച് സമാധാനമായിട്ട് കുടിക്കണം. എൻ്റെ കുക്കറിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതിങ്ങനെ വിസിലടിക്കുമ്പോൾ അതിങ്ങനെ എയർ ലൂസായിട്ട് പോവുന്നുണ്ട്. അതിൻ്റെ വാഷ് മാറ്റണം. കുറേ നാളെ വിചാരിക്കണം, ഇതുവരെ മേടിച്ചിട്ടില്ല. ഇത് നിൽക്കണതാണ് എൻ്റെ കറിവേപ്പിൻ്റെ ഇല കേട്ടോ. കുറേ കറിവേപ്പിൻ്റെ ഇല ഞാൻ കൊണ്ടുവച്ചിട്ടും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ സ്വന്തം കറിവേപ്പിൻ്റെ ഇല വലുതായി മരമായി കറിവേപ്പിൻ്റെ ചെടി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആവശ്യത്തിന് പൊട്ടിച്ചുകൊണ്ടിരുള്ളൂ കേട്ടോ. അങ്ങനെ പൊട്ടിച്ച് വെക്കില്ല, നമ്മുടെ സ്വന്തം മുറ്റത്ത് നിൽക്കുന്നുണ്ടല്ലോ. എല്ലാ വീടുകളിലും ഇപ്പോൾ
പണ്ടൊക്കെ മേടിക്കുക, കറിവേപ്പിൻ്റെ ഇല മേടിക്കാറ് പതിവ്, കടകളിലൊക്കെ പോയി മേടിക്കാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഇതിൻ്റെ ഒരു ചെടി, കറിവേപ്പിൻ്റെ ഒരു ചെടി എല്ലാ വീടുകളിലും ഉണ്ട്. എവിടെ ചെന്നാലും നമ്മൾ എന്നില്ലെങ്കിലും ഇത് മസ്റ്റായിട്ട് കാണാറുണ്ട്. കൂടുതൽ ഇതിന് വിഷമൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ വന്നിട്ട് ആളുകൾ സ്വന്തമായിട്ട് വെച്ച് പിടിപ്പിച്ചതാണ്. ഇതൊന്നും പിടിച്ച് കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാലും വെച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മരം പോലെ വലുതായിപ്പോയി. ഞാൻ നമ്മുടെ പരിപ്പ് കറി കാച്ചിടാനായിട്ട് നോക്കാം കേട്ടോ. അത് വലിയ പരിപാടിയൊന്നും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, എപ്പോൾ വേണമെങ്കിൽ നമുക്കത് വെക്കാം. എന്തെങ്കിലും തിരക്കൊക്കെ ഉള്ള ദിവസം കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഒന്ന് വേവിച്ച്, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച്, കടുകും തക്കാളിയും ഒരു വെളുത്തുള്ളി, സബോള അതൊക്കെ ഇട്ടൊന്ന് വാട്ടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കട്ടെ അതിൽ, അപ്പോൾ ഒരു ടേസ്റ്റ് കൂടും. ദാൽ കറി അങ്ങനെ റെഡിയായി. അപ്പോൾ കാലത്ത് തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കൽ തന്നെയുള്ളൂ കേട്ടോ. ഇവർ ഏറ്റി കഴിക്കണമെങ്കിൽ 10 മണി കഴിയണം. നമ്മളിപ്പോൾ നേരത്തോടെ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും നമ്മുടെ പണി കഴിക്കാമല്ലോ. ഞാനും ചിലപ്പോഴൊക്കെ അവർ എണിക്കുമ്പോൾ അവരുടെ കൂടി ഒന്ന് കഴിക്കും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കഴിക്കും. ചേട്ടന് ചിലപ്പോൾ ഉണ്ടാവും, ആൾക്കിങ്ങനെ നമുക്ക് സൗണ്ടായ കാരണം അങ്ങനെ വല്ല വർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ പോവും, അല്ലെങ്കിൽ പോയി വന്നിട്ട് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ കറി വേഗം ശരിയായി. ഇനി അടുത്തത് നമ്മുടെ ഉച്ചക്കലത്തുള്ള കൂട്ടാൻ പരിപാടിയും കയ്യോടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ജോലി തീരും. അല്ലെങ്കിൽ നമ്മൾ നേരെ മെയ്യ് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ പണി തിരക്കായിരിക്കും. കയ്യോടെ തന്നെ അടുക്കളയിൽ അല്ലാതെ കഴിച്ച് വെച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ സത്യത്തിൽ കുറേ നേരം നമുക്ക് ലാഭിക്കാം. ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. ഇത് ചില ദിവസം വലിയ മടി പിടിച്ചൊക്കെ ചിലപ്പോൾ ഇരുന്ന് കഴിഞ്ഞ് അന്നത്തെ ദിവസം മുഴുവൻ പോയി. നമ്മൾ നേരം വൈകിട്ട് എണിക്കണ ദിവസങ്ങളിലും അങ്ങനെ പറ്റാറുണ്ട്. നമ്മൾ എത്ര നേരത്തെ എനിക്കാണെങ്കിൽ അത്രയും നേരത്തെ നമ്മുടെ വീടും ഒക്കെ ഒരു ചിട്ടയിൽ വേഗം പണികളൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് നല്ല നീറ്റായിട്ടിരിക്കും. നമ്മുടെ ടൈമിങ് തെറ്റിക്കഴിഞ്ഞാൽ അത് മൊത്തം ആ ഒരു ദിവസത്തെ എന്നെ ബാധിക്കും. ഞാൻ പൂരി ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ മറ്റേ ചെറിയ പ്രസ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ ചെറിയ പ്രസ്സിൽ ഒരു കുഞ്ഞ് പൂരി ഉണ്ടാവും കേട്ടോ. ഞങ്ങൾക്ക് അത് മതി, വലിയ പൂരിയായാലും കുഞ്ഞു പൂരി 2 എണ്ണം കൂടുതൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ എനിക്കത് അമ്മ മേടിച്ചതാണ്. അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു പൂരികൾ ഉണ്ടാക്കിയിട്ട് ഇടും. അത് കാരണം വേഗം വേഗം പണി കഴിയണം പ്രസ്സുള്ള കാരണം. ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി പരത്താനും ഇതിനൊക്കെ നിൽക്കേണ്ട ഒരു മടി കാരണം മിക്കതും കാലത്ത് പൂരി ഇഡ്ഡലി വെള്ളയപ്പം ഉപ്പുമാവൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ തനുവിന് ഇഷ്ടമില്ല. അത് കാരണം ഉപ്പുമാവ് അതൊന്നും ഉണ്ടാക്കാറില്ല. എനിക്കിഷ്ടമാണ് കേട്ടോ ഉപ്പുമാവ്, പഴം കൂട്ടി കഴിക്കാനും പുട്ട് പഴം കൂട്ടി കഴിക്കാനൊക്കെ. ഇവർക്ക് അതിന് കറിയൊക്കെ വേണം. അത് കാരണം ഇത് ഇവിടുത്തെ സ്ഥിരം വെക്കേഷൻ ആയി കഴിഞ്ഞിടത്ത് സ്ഥിരം കഴിച്ചാണ്. ആരും വന്നിട്ടുണ്ട്. അപ്പോൾ ആരും കനിക്കൂട്ടൻ എന്നും ഉണ്ടാവും. കനിക്കൂട്ടനും ദേവൂട്ടനും വരാറുണ്ട്. നീലാനെ വിളിക്കാനുള്ള ഫസ്റ്റ് ട്രിപ്പ് വരവാട്ടോ. അതിലൊന്നും എനിക്കില്ല കണ്ട തലയെക്കൂടെ പോച്ചിട്ട് അവൾ കിടക്കുന്നത്. അവർ കാലത്ത് ഒരു 10 മണി ആവണോടുകൂടി 10 മണി അല്ല 9 മണി തൊട്ട് അവർ നീലാനെ കളിക്കാനായിട്ട് വരും കേട്ടോ. താങ്കൾ വന്നിട്ട് ഫസ്റ്റ് ചാൻസിലൊന്നും അവളെ എനിക്കില്ല. കുറഞ്ഞതൊരു 2-3 ട്രിപ്പ് വന്നാലാണ് അവളെ എനിക്കുള്ളൂ. ഞാൻ ചീത്ത പറഞ്ഞ് അതാക്കണം. അവർക്ക് കാലത്ത് ഏറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങണ വരെ കളി തന്നെയാണ്. അവരുടെ വെക്കേഷൻ ശരിക്കും അവരടിച്ച് വിളിക്കുന്നുണ്ട്. എനിക്ക് അവരെ കുട്ടിക്കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാണാൻ. നമ്മളെ ചെറുപ്പത്തിലൊക്കെ കളിച്ചിരുന്ന പോലത്തെ കളികളും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഇതുപോലുള്ള കുട്ടികളുമായിട്ടുള്ളത് പഴയ രീതിയിലുള്ള കളികളൊന്നുമില്ല. അവർ ഫോൺ TV നോക്കിയിരിക്കുന്നതല്ല. പക്ഷേ നീലിയും തനുക്കയിൽ ലക്കിയ അവർക്ക് ചുറ്റും ഇഷ്ടം പോലെ കുട്ടികളുണ്ട് കളിക്കാൻ. അവർക്ക് മറ്റേ അഞ്ഞാണി കുഞ്ഞാണി വെച്ച് കളിക്കും, ഓടി കളിക്കും, അമ്പസ്ഥാനി കളിക്കും. അവരങ്ങനെ വെക്കേഷൻ എൻജോയ് ചെയ്യണ്. ശരിക്കും പറയണമെങ്കിൽ അവരാണ് അടിച്ചു പൊളിക്കുന്ന വെക്കേഷൻ. അപ്പം ഞാൻ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് കാച്ചി വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് കാച്ചി നാളികേരട്ട് അപ്പോൾ അത് ഉണ്ടാക്കി വയ്ക്കണം. എനിക്ക് ക്യാരറ്റ് ഇഷ്ടമാണ്. ക്യാരറ്റ് ബീറ്റ്റൂട്ടൊക്കെ എനിക്ക് ഉപ്പേരി കൂട്ടാൻ അത് മാത്രം ഉണ്ടെങ്കിൽ ചോറിനും. തനുവിന് നിലയ്ക്ക് ഭയങ്കര ഇഷ്ടം. നില പച്ചയ്ക്ക് ക്യാരറ്റ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ഞാൻ അതിനൊക്കെ മോയില്ലെന്ന് പറയാറ്. അവൾ ചെറുപ്പം തൊട്ടേ അവൾക്ക് ഇങ്ങനെ ക്യാരറ്റ് വെറുതെ തിന്നാൻ ഇഷ്ടം. ഇത് ചിലത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കും, കോളേജിലൊക്കെ പോകുമ്പോൾ മിക്കവർക്കും ക്യാരറ്റ് ബീറ്റ്റൂട്ടൊന്നും വലിയ താല്പര്യമില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ പിള്ളേർക്കും അതിനോട് ഇഷ്ടമാട്ടോ. ഉപ്പേരി കൂട്ടാൻ ഉണ്ടെങ്കിൽ അവരത് കഴിച്ചോളും.
ഇവിടെയും പിന്നെ ചാറ് കറികളോടും തനിയൊന്നും താല്പര്യമില്ല. പരിപ്പ്, കടല, മുതിര ആ ഐറ്റംസോളം പിന്നെ ഇഷ്ടമുള്ളൂ. പച്ചക്കറികളിൽ ഇത് വെണ്ടക്ക, ബീട്രൂട്ട് അത് കഴിഞ്ഞു നമ്മുടെ. അത് കാരണം വെറൈറ്റി പച്ചക്കറികളൊന്നും വെക്കാൻ പറ്റില്ല. തനു കൂട്ടില്ല അങ്ങനെ. നിലയ്ക്ക് കുഴപ്പമില്ല. അങ്ങനെ അതേ ഉപ്പേരിയൊക്കെ കാച്ചി വെച്ചു. ഇനി ഒരു തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു തട്ടിക്കൂട്ട് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇന്ന് ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ രാത്രിയിലേക്ക് ഫുഡ് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഉച്ചയ്ക്കിലേക്കുള്ള കറി അത് കാരണം പിന്നെ വലിയ ലാവിഷായിട്ട് കറികളൊന്നും ഉണ്ടാക്കിയില്ല. എന്നാലും ഞാൻ സാധാരണ ഒരു ചാറ്, ഒരു ഉപ്പേരി, അല്ലെങ്കിൽ പിന്നെ അച്ചാറ്, പപ്പടം, മുട്ടപ്പം ഉണ്ടാക്കി ഈ വറുത്തത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ദിവസം കഴിയും. മീൻ മേടിക്കലൊന്നും അങ്ങനെ എല്ലാ ദിവസവും മീനൊന്നും അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ എല്ലാ ദിവസവും മീൻ കഴിക്കലൊന്നുമില്ല. മിക്കതും പച്ചക്കറി തന്നെയാണ് കൂടുതലും. മീൻ വല്ലപ്പോഴൊക്കെ മേടിക്കുള്ളൂ. അത് പിള്ളേർക്കൊന്നും വലിയ ക്രേസില്ല അതിനോട്. കാര്യം മേടിക്കുന്നത് ചാളയൊക്കെ മേടിച്ചാൽ വറുത്താൽ കഴിക്കുന്നല്ലാണ്ട് ഇവർക്ക് വലിയ താല്പര്യമില്ല മീനിനോട്. ഈ തക്കാളിക്കറി ഉണ്ടാക്കാനായിട്ട് എളുപ്പാട്ടാ. ഇതിൽ തക്കാളി, സബോള, അര സബോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടൊന്ന് തിരുമ്മി കൂട്ടിയിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് നാളികേരം പാൽ തിളയ്ക്കുമ്പോൾ നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം കുടംപുളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി കൂട്ടാൻ റെഡിയായിട്ട്. ഞാനിത് തക്കാളി കൂട്ടാൻ പല മോഡലിൽ നമ്മൾ വെക്കുമ്പോൾ പല ടേസ്റ്റാവും. ഞാനെന്നിട്ട് ഇന്ന് മുത്തിനോട് വയ്ക്കും, ഇത് നീ അവളുടെ വീട്ടിൽ വെച്ചപ്പോൾ എനിക്ക് നാളെ ഇഷ്ടമായി. അപ്പോൾ അത് ഞാൻ അവളോട് ചോദിച്ചിട്ട് അവൾ പറഞ്ഞ റെസിപ്പി എടുത്ത് ഞാനും ഏകദേശം ഇങ്ങനെ ഞാൻ ചിലപ്പോൾ വാട്ടും, വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയിട്ട് ഇതൊക്കെ ഇടും. ചില സമയത്ത് കുടപ്പുളി ഇതിലില്ലാണ്ടും വെക്കും. അവിടെ വീട്ടിലൊക്കെ അമ്മ തക്കാളി അരച്ചൊഴിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് അതൊക്കെ നല്ല ടേസ്റ്റ്. പക്ഷെ നമ്മളെന്തോരം വെച്ചാലും ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇറക്ക് എന്തോ മിക്സ് ടേസ്റ്റൊക്കെ വരുന്നുണ്ട് തക്കാളിക്ക്. ചോറ് വെന്തിട്ട് ചോറ് വേഗം വേവും. അത് പ്രശ്നം വരികയെന്ന് വെച്ചാൽ ചോറ് ഇറക്കി വെച്ചിട്ട് ചില ദിവസങ്ങൾ നമ്മൾ അടുക്കളയിൽ നിന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെന്ത് തുടങ്ങി. ഇത് രസമാട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരം രസം വെച്ചിട്ടുണ്ടായിരുന്നു. ആ രസമാണ് അതിൻ്റെ ബാക്കിയാണ് ഞാൻ ചൂടാക്കിയതാണ്. ഇത് നമ്മുടെ പരിപ്പ് കറി ഒക്കെ സെറ്റാക്കി എടുത്ത് വെച്ച് വെക്കാട്ടോ. ക്യാരറ്റും ഒക്കെ ഒന്ന് ഒതുക്കി അടുക്കളയിൽ ഒതുക്കി വെച്ചു. ഇതൊക്കെ അവിടെ ഇരിക്കും. ഇനിയിപ്പോൾ അവർ ഏറ്റി ചിലപ്പോൾ കാലത്തെ ഭക്ഷണമൊക്കെ കഴിക്കണ നേരം വെക്കേഷനല്ല. അത് കാരണം എപ്പോഴാണെന്ന് ദൈവത്തിനറിയാം. എന്നാലും നമ്മൾ ഉണ്ടാക്കി വെച്ചു. രസം ഞാൻ രസം മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും രസം ഞാൻ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കും. അതിപ്പോൾ ചോറിൽ കൂട്ടി കുടിക്കണം. ഞങ്ങൾ ചിലപ്പോൾ വെറുതെ കുടിക്കും. അത് ഭയങ്കര നല്ല തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം കിട്ടും. ആ രസം വെളുത്തുള്ളിയും കുരുമുളകൊക്കെ കൂടി പുളിവെള്ളമൊക്കെ കൂടി കഴിക്കുമ്പോഴേ മഴക്കാലത്ത് മിക്കതും ഞാൻ ഉണ്ടാക്കാറില്ല. പിന്നെ ഞാൻ ഇതൊരു പോണത് നമ്മുടെ പറമ്പിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒഴിവുള്ള സമയത്ത് ഇറങ്ങിയിട്ട് എടുത്തതാട്ടത്. മഴയൊക്കെ ഒഴുങ്ങിയ സമയത്ത് വേണ്ട നമ്മുടെ തൊലിക്കയ്പ മാങ്ങയാണ്. ഒരു മുത്തശ്ശി മാവ് എന്ന് പറയാം. അത്രയും പഴക്കമുള്ളൊരു മാവുണ്ട് നമ്മുടെ പറമ്പിൽ, തയ്യേപ്പിലുള്ളതാണ്. ആ മാവുമ്മ ഈ മാമ്പഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ മാങ്ങ വീഴും. പറിക്കാലും ഈ ബക്കറ്റൊക്കെ നിറയിട്ടാ. ഇതിപ്പോൾ കഴിഞ്ഞു തുടങ്ങി മാങ്ങ. അപ്പം ഞാനത് പറക്കാൻ പോകണം. സ്ഥിരം ഈ വേനൽക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇന്നും മാംഗോ ജ്യൂസ് ആയിരിക്കും. ഈ മാങ്ങ ചെത്തിയിട്ട് ഇത് വെറുതെ കഴിക്കണേക്കറ്റും ജ്യൂസ് അടിച്ച് കുറേ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനത് പറക്കാൻ പോകണ സ്ഥലം കണ്ടില്ലേ, നല്ല പേടിയാവട്ടെ. ഞങ്ങൾ ആ മാങ്ങ പറക്കാൻ തന്നെയാണ് ഇങ്ങോട്ട് പോകാറുള്ളൂ. പക്ഷേ നല്ല മഴ പെയ്തോടുകൂടി അവിടെ ഇറങ്ങാൻ പറ്റാത്ത കാടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ സൂക്ഷിച്ചിട്ടൊക്കെ പോകണം. പാമ്പൊക്കെ ഉണ്ടാവും. എന്നാലും എനിക്ക് മാങ്ങ ജ്യൂസിനോടുള്ള ഒരു കൊതി കൊണ്ട് പിള്ളേർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പോയി പറക്കൂട്ടാം. എല്ലാ ദിവസവും ഉണ്ടാവും. ചിലപ്പോൾ മഴയും കാറ്റൊക്കെ പെയ്തത് പിറ്റേ ദിവസം കാലത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് നിറയെ മാങ്ങ കിട്ടും. കിളിയൊക്കെ കൊത്തിയിട്ടൊക്കെ കുറച്ച് കിടന്നാൽ പോലും കുറേ മാങ്ങ ഉണ്ടാവും. അതിപ്പോൾ എൻ്റെ ഒരു സ്ഥിരം ഡ്യൂട്ടിയാണ്. ഇപ്പോൾ അകത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി മാങ്ങ പറിക്കും. ഇപ്പോൾ വേറെ ഒരു മാവുണ്ട്, പുതിയൊരു മാവാണ്. അത് ആദ്യമായിട്ടുണ്ടായതാണ്. അവിടേക്കുണ്ട് ഞാൻ പോണത്. പക്ഷെ അതുമത്തെ കഴിഞ്ഞു. അതേ ലാസ്റ്റായി ചെന്ന് നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ എനിക്ക്. ഇതേ നമ്മുടെ പിള്ളേരുടെ കളിസ്ഥലമാണ്. അവർ അഞ്ഞണി അതായത് ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുന്ന കുറേ ചട്ടിയും കലൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ മഴ പെയ്യണേക്കാറ്റൊക്കെ മുന്നേ ഇത്തിരി വിത്ത് മേടിച്ചിട്ട് തൈ മേടിച്ചിട്ട് പാവിയത കയ്പക്കായും പയറൊക്കെ കുറേയൊക്കെ വീണ് പോയിട്ടാണ് മഴ കാരണം. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പടർന്നുണ്ട്. ഇതെൻ്റെ ചെറിയൊരു
തക്കാളി വെണ്ടക്കായ കൃഷിയാണ് വെറുതെ കൊണ്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് മഴയൊക്കെ പെയ്തോടുകൂടി തൂങ്ങി തുടങ്ങി. അപ്പം ഞാൻ ഇറക്കാലിക്കിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. മിറ്റമൊക്കെ ആകെ പുല്ല് പിടിച്ച് കിടക്കുക. അത് ഇനി വെടുപ്പാക്കണം. അത് ആകെ പുല്ലായി. ഞങ്ങൾ പിന്നെ പകുതി ദിവസം ഇവിടെ ഉണ്ടാവാറുമില്ല. നമ്മുടെ ടർട്ടിൽ വെയിനൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് മഴയൊക്കെ പെയ്തോടുകൂടി. അത് വേറെ ഉണങ്ങി കിടക്കുകയായിരുന്നു. ഇതേ കണ്ട എൻ്റെ സ്ഥിരം എന്നുള്ള പണിയാണ്. ഈ മാങ്ങ എടുത്തുകൊണ്ടും ചെത്തി ജ്യൂസ് അടിക്കുക. ചെത്താനൊക്കെ ഇത്തിരി മടിയാണ്, എന്നാലും കുഴപ്പമില്ല. അതിൽ പുഴുണ്ടോയെന്ന് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ജ്യൂസ് അടിച്ച് കട്ടിയിലൊക്കെ അടിച്ച് വയ്ക്കും. എന്നിട്ട് ഞാനത് മിക്സാക്കും. കട്ടിയിൽ കുറേ അടിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചടിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സാക്കി കുടിക്കും. അപ്പോൾ എൻ്റെ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇട്ടു. ഇനിയിപ്പോൾ അടുക്കളയിൽ സമയം കളയണ്ട. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പകുതി പണി കഴിഞ്ഞൊരു വീട്ടിലത്തെ കാലത്തെ പരിപാടികളൊക്കെ അപ്പം എൻ്റെ ഒരുവിധം കഴിഞ്ഞു. ഇപ്പം നമുക്ക് അലക്കൽ ആ പണികളൊക്കെ ഉള്ളു. അതിൻ്റെ ഇടയിൽ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കനിക്കുട്ടനും വേദിയും വീണ്ടും വന്നിട്ട് നീലനെ ഞാൻ വിളിച്ച് ഏൽപ്പിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കളികൾ തരാം. ഭക്ഷണമൊന്നും വേണ്ട, കഴിക്കലൊന്നും ഇല്ല. അവർ ഏറ്റ് കഴിഞ്ഞാൽ ഈ കളി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എന്തിട്ടൊക്കെയോ വരയ്ക്കലും പ്ലാനിങ്ങും ഒക്കെ ഉണ്ട്. നീല കുളിച്ചിട്ടൊന്നും ഇല്ലടാ. ഇവർക്ക് നീ ഉറങ്ങണ വരെ തന്നെ കളി. അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും. ഞാനിനിപ്പോൾ തനു തേറ്റ് വന്നു. ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അപ്പോൾ അവളും വന്ന് ഭക്ഷണം കഴിച്ചു. അവൾക്ക് കോൾഡായത് കാരണം വലിയ സുഖമില്ല. അപ്പോൾ നീല അതിൻ്റെ ഇടയിൽ ഓരോന്ന് എടുത്ത് കൊണ്ടുപോയി കഴിച്ചു. പിള്ളേരും കൂടി കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ ചായക്കൂടി കഴിഞ്ഞു. എനിക്ക് ചായ വീക്ക്നെസ്സാണ്. ഞാൻ രണ്ടാമത്തെ ചായ ഇട്ട് കുടിക്കുന്നത്. എത്ര ചായ കിട്ടിയാലും കുടിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസം മോർണിംഗ് റുട്ടീനൊക്കെ ഇത്രയ്ക്കുള്ളൂ. ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് പോണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ബൈ.